നമസ്കാരം. കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം. ഇന്ന് കൂടിക്കാഴ്ചയിൽ നമ്മോടൊപ്പം ഉള്ളത് ശ്രീ ഭാസുരാംഗനാണ്. നമുക്കറിയാം, കണ്ടല സർവീസ് സഹകരണ ബാങ്കിൻ്റെ മുൻ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. നമസ്കാരം സർ, കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഈ കരുവന്നൂരും കണ്ടലയും എല്ലാം വലിയ രീതിയിൽ കേരളത്തിൽ ചർച്ചാ വിഷയമായ കാര്യങ്ങളാണ്. അതിൻ്റെ പേരിൽ താങ്കൾക്ക് ഒട്ടനവധി ആരോപണങ്ങൾ നേരിടേണ്ടി വന്നു, ED അന്വേഷണത്തെ നേരിടേണ്ടി വന്നു, താങ്കൾക്ക് ജയിൽവാസത്തിലേക്ക് പോലും പോകേണ്ടി വന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ ഈ ചർച്ച ചെയ്തതിനപ്പുറം ഈ ഒരു വിഷയത്തിൽ, ഈ ആരോപണങ്ങളിൽ അല്ലെങ്കിൽ ഈ വിവാദത്തിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഈ കരുവന്നൂരും കണ്ടലയും അജഗജ വ്യത്യാസമാണ്. അതെ, കരുവന്നൂർ നടന്ന കാര്യങ്ങളൊക്കെ അത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളും വേറെ വഴിയാണ്. ഈ കണ്ടല ബാങ്കിൽ ഏതൊരു പ്രശ്നവുമില്ലായിരുന്നു, ഒരു പ്രശ്നവുമില്ലായിരുന്നു. കണ്ടല ബാങ്ക് വളരെ നല്ല നിലയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഈ കണ്ടല ബാങ്ക് ഒരു 35 വർഷത്തിന് മുമ്പേ, ഞാൻ പ്രസിഡൻ്റായി വരുന്നതിന് മുമ്പ്, ഒരു 100 സ്ക്വയർ ഫീറ്റുള്ള ഒരു ചെറിയ മുറിയിരുന്നൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അവിടെ ഇന്നിപ്പം ഏകദേശം 1.5 ഏക്കർ സ്ഥലമുണ്ട്. രണ്ട് ഭാഗത്തായിട്ട്, 2 ജംഗ്ഷനിലായിട്ട്. ഏറ്റവും കുറഞ്ഞത് 15 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ പെർ സെൻറ്റിന് വാല്യൂ ഉള്ളതാണ്. ഈ സ്ഥലമുണ്ട്, കെട്ടിടങ്ങളുണ്ട്, 4 ബ്രാഞ്ച്, ഒരു ഇതുകൊണ്ട് സൂപ്പർ മാർക്കറ്റ്, പിന്നെ ഗവൺമെൻറ്റിൻ്റെ കൺസ്യൂമർ. അതിന് പുറമെ ജി സുധാകരൻ മന്ത്രിയായിരുന്നപ്പോൾ നമുക്ക് ഇവിടെ ഒരു കുട്ടി വ്യാജ ഡോക്ടർ ചികിത്സയിൽ 5 വയസ്സായ കുട്ടി മരിച്ചു. ഈ വിഷയം ഞാൻ ജില്ലാ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് മന്ത്രിയായിട്ട് ഞാൻ സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഒരാശുപത്രി, അന്ന് നിയമമില്ല, സഹകരണ ബാങ്കിന് സർവീസ് ബാങ്കിന് ആശുപത്രി നിയമമില്ല, അദ്ദേഹം അതിനൊരു നിയമം ഉണ്ടാക്കി ആണ് ഈ ആശുപത്രി തുടങ്ങിയത്. കേരളത്തിലെ ആദ്യത്തെ ആശുപത്രിയാണ് സർവീസ് സഹകരണ ബാങ്ക് തുടങ്ങുന്നത്. സഹകരണ മേഖലയിലുണ്ട്. ഇത്രയും നന്നായി വരുന്ന ഒരു സ്ഥാപനം, അത് കോവിഡ് കാലത്ത്, പിന്നെ ഡെങ്കുപ്പനി വന്ന കാലത്തൊക്കെ ഒരുപാട് സേവനം ചെയ്ത്, പിന്നെ ഭവന സാന്ത്വനം എന്നൊരു പദ്ധതി, വീടുകളിൽ പോയി പിന്നെ സൗജന്യ ചികിത്സ നടത്തുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു ആശുപത്രിയാണ്. 100 രൂപ കോപ്പി വന്ന് ചികിത്സ അവർക്കൊന്ന് പരിശോധിച്ച് ബോധ്യപ്പെടാനുള്ള ഒരു സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഈ സ്ഥാപനത്തിൽ വളരെ പെട്ടെന്ന് ഞാൻ ബെൽമയുടെ ചെയർമാനായി 2023 ജൂൺ മാസം 1-ാം തീയതി എന്നെ മിൽമയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനറായി നിയമിച്ചു, ചെയർമാൻ്റെ സ്ഥാനത്ത്. അതിനുശേഷം നമ്മുടെ MLA IB സതീഷിൻ്റെ നേതൃത്വത്തിൽ, പിന്നീടാണ് മനസ്സിലാക്കിയത്, IB സതീഷിൻ്റെ നേതൃത്വത്തിൽ CPI-യിലെ ജില്ലയിലെ പവർ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഒരു വിങ്ങുണ്ട്. അതിലെ ചില ആളുകളും ഈ IB സതീഷ് ഒരു മാധ്യമ പ്രവർത്തകൻ, ഒരു പത്ര പ്രവർത്തകൻ, ലേഖകൻ, പിന്നെ ഒരു റിപ്പോർട്ടർ, ചാനൽ റിപ്പോർട്ടർ, ഇവരുൾപ്പെടെ ഒരു വിങ് ഉണ്ടായിക്കൊണ്ട് ഇവർ എന്നെ ആദ്യം ഒന്ന് വ്യക്തിപരമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അത് ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കില്ല. ഒരു ആസിഡ് ആക്രമണം അങ്ങനെയൊക്കെ പത്രത്തിൽ വന്നല്ലോ. ആ ആസിഡ് ആക്രമണത്തിന് ആദ്യം വന്നത് എൻ്റെ വീട്ടിലാണ് ആസിഡ് കൊണ്ട് വന്നത്. അപ്പോൾ ഭാഗ്യവശാൽ എൻ്റെ വീട്ടിൽ അപ്പോൾ ഒരു കാറിൽ 2 പേര് വന്ന് കയറിയത് കൊണ്ട് ഈ ആസിഡ് ഒഴിക്കാമെന്നാണെങ്കിൽ കയറാൻ പറ്റില്ല. ഞങ്ങളിതുപോലെ ഞങ്ങൾ അകത്ത് വന്നിട്ട് സംസാരിച്ച് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ വേറൊരു സഹപ്രവർത്തകൻ ഉറങ്ങിക്കിടന്നവൻ്റെ പുറത്ത്, വീടുകളിൽ സ്വാതന്ത്ര്യമുള്ള ആളാണ്, ആ വീട്ടിനകത്ത് ഉറങ്ങിക്കിടന്ന ആളിൻ്റെ പുറത്തുള്ള ആസിഡ് ഒഴിച്ച്, അതാണ് ആസിഡ് ആക്രമണം ഒരു വലിയ വിഷയം വന്നതാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ ആസിഡ് ആക്രമണം കഴിഞ്ഞപ്പോൾ ആ പ്രതി കത്തെഴുതി വെച്ചപ്പോഴും ഫോൺ ചെയ്തപ്പോഴും ഒക്കെ പറഞ്ഞത് ഭാസുരാംഗനെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു, കഴിഞ്ഞില്ല. അവിടെ ആൾ വന്നുകൊണ്ട് ഞാൻ വളരെ വെയിറ്റ് ചെയ്തിട്ടും അവർ പോകാതെ വന്നപ്പോൾ ഞാൻ ഉപേക്ഷിച്ചത്. എന്തിനാ പറയുന്നത്? ആരെയോ ബോധ്യപ്പെടുത്താനാണ്. അപ്പോൾ ആരോ പറഞ്ഞയച്ചാണ് ഈ ആക്രമണം നടത്തിയത്. അതും കഴിയാതെ വന്നപ്പോഴാണ് ഒരു വ്യാജ പരാതി, മലയങ്കീഴ് പൗരസമിതി എന്ന പേരിൽ, മലയങ്കീഴ് അങ്ങനെ ഒരു പൗരസമിതിയേ ഇല്ല, ഇപ്പോഴും ഇല്ല, അന്നുമില്ല, പൗരസമിതി എന്ന പേരിൽ ഒരു കള്ളപ്പരാതി കണ്ടല ബാങ്കിൽ 100 കോടിയിലധികം രൂപയുടെ ക്രമക്കേട്, അത് എഴുതിയൊക്കെയാണ്, എങ്കിലും നടന്നില്ല. 100 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ, ഇത് നമ്മളറിയില്ല,
ഒരു ഉദ്യോഗസ്ഥൻ വരുന്നു, ഇങ്ങനെ ഒരു പരാതി ഉണ്ട്. അപ്പോഴേ ഞങ്ങളുടെ പരാതിക്കാരാര്, അത് പൗരസമിതി. നമ്മൾ അങ്ങനെ പൗരസമിതി ഉണ്ട്, അതിന് പേരൊന്നുമില്ലല്ലോ, സീലില്ലല്ലോ, രജിസ്ട്രേഷൻ നമ്പർ ഇല്ലല്ലോ. ആ ഉദ്യോഗസ്ഥർക്ക് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പ്രാഥമിക അന്വേഷണത്തിൽ ചില ക്രമക്കേടുകൾ കാണുന്നു, അതുകൊണ്ട് 65 വകുപ്പ് എന്ന അന്വേഷണം. ആ അന്വേഷണം വന്നപ്പോഴും നമ്മൾ സഹകരിച്ചു. നമുക്കവിടെ ഒന്നും പേടിക്കാനില്ല. നിക്ഷേപ തട്ടിപ്പില്ല, വായ്പാ തട്ടിപ്പില്ല, മുക്കുവണ്ടമില്ല, ഞങ്ങൾക്ക് അവിടെ പണാഭരണമില്ല, ഒന്നുമില്ല. എന്തിനു പേടിക്കുന്നു? എല്ലാ റെക്കോർഡുകളും കൊടുത്തു. ഒരാഴ്ച കൊണ്ട് ഈ അന്വേഷണം പൂർത്തിയാവുന്നു. എല്ലാം ഇങ്ങനെ ഒരു നാടകം പോലെയാണ്. അന്വേഷണം പൂർത്തിയാവുന്നു. അന്വേഷണം ആവുന്നതിന് ഇടയ്ക്ക് തന്നെ വേറൊരു വാർത്ത വരുന്നു. കരുവറ്റിനു പുറകെ കണ്ടറ ബാങ്ക് എന്താ വരുന്നു. ഈ അന്വേഷണം സഹകരണ വകുപ്പിന്റെ ഇതെല്ലാം ഗവൺമെന്റ് ഭരണകൂട ഭീകരതയല്ലേ. ഗവൺമെന്റിലെ IV സതീഷിനുള്ള സ്വാധീനം എത്രത്തോളം ഉണ്ടോ, ഭരണകക്ഷി MLA അല്ലേ, മുഖ്യ പാർട്ടിയുടെ MLA അല്ലേ, അത് മുഴുവൻ അയാൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഉദ്യോഗസ്ഥനെ തന്നെ വെക്കുന്നത് അയാളുടെ ഏറ്റവും ഇൻറ്റിമേറ്റായ ഒരു ഉദ്യോഗസ്ഥനാണ്, ആജ്ഞാനുവർത്തിയാണ്, അല്ലാതെ പരിശോധകനല്ല. അയാൾ പറയുന്ന എഴുതി കൊടുക്കും. അങ്ങനെ വെച്ചിട്ട് ഈ അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ ഈ മറ്റേ വാർത്ത വന്നു, കരുവന്നൂർ മുതൽ കണ്ടിട്ട് വരുന്നത്. അപ്പോൾ ആ നിക്ഷേപകർ കുറച്ച് ഓടിക്കൂടി. ഇതിൻ്റെ ഇടയ്ക്ക് കേരള ബാങ്കിന് ഞങ്ങൾക്ക് 24 കോടി രൂപ ക്യാഷ് ക്രെഡിറ്റ് ഉണ്ട്, എപ്പോഴും എടുക്കാം. ഒരു പൈസ പോലും എടുക്കാതെ അൺവിത്ഡ്രാവൽ പോർഷനായി 24 കോടി രൂപ കിടക്കുകയാണ്. കടാശ്വാസ കമ്പനി ഞങ്ങൾക്ക് 10 കോടി 43 ലക്ഷം രൂപ കിട്ടാനുണ്ട്. അതും നമ്മൾ എടുക്കാതെ കിടക്കുകയാണ്. എപ്പോഴായാലും കിട്ടുമല്ലോ, ഗവൺമെൻറ് അല്ലേ. ഈ ഉറപ്പുള്ളത് കൊണ്ട് നമ്മളിതൊന്നും മൈൻഡ് ചെയ്തില്ല. ഞങ്ങൾ ക്യാഷായിട്ട് ഒരു 10 ക്യാഷ് ബാങ്കിൽ SB അക്കൗണ്ടും എല്ലാം കൂടെ ഒരു 10-15 കോടി രൂപ അല്ലാതെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴാളുകൾക്ക് ഒരു ഫീൽ ഇങ്ങനെ വന്നു. ഉടനെ തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ചാനലിൽ അറിയിന് കണ്ടറ ബാങ്കിൽ 101 കോടി രൂപയുടെ ക്രമക്കേട് നടന്നു വന്ന് എൻക്വയറി റിപ്പോർട്ട്. നമ്മളൊന്നും അറിയില്ല. പിന്നെ അന്വേഷണം പറഞ്ഞ് അങ്ങനെ ഒരു റിപ്പോർട്ട് പോയി. 2-4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഉത്തരവ്, കണ്ടറ ബാങ്കിലെ അന്വേഷണത്തിൽ ഇത്ര കോടി രൂപ എടുത്തുകൊണ്ട് ഈ ഭരണസമിതി പിരിച്ചുവിട്ടിരിക്കുന്നു. ഭരണസമിതി കോടതി പോയി. കോടതി പോയപ്പോഴേ എൻക്വയറി റിപ്പോർട്ട് കോടതി പരിശോധിച്ചു. അപ്പോൾ എൻക്വയറി റിപ്പോർട്ട് പരിശോധിച്ച് കോടതി പറഞ്ഞു ഇതിൽ തയ്യാറാക്കിയിരുന്ന ബാലൻസ് ഷീറ്റ് ഫാബ്രിക്കേറ്റഡ് ബാലൻസ് ഷീറ്റാണ്. എൻ്റെ ഉത്തരവുണ്ട്. ജസ്റ്റിസ് TR രവി ബാലൻസ് ഷീറ്റിൽ കുഴപ്പമുണ്ട്, ഇത് ശരിയായ റിപ്പോർട്ടല്ല, അതുകൊണ്ട് പിരിച്ചുവിടൽ നടപടി ഞാൻ റദ്ദ് ചെയ്തു. സ്റ്റേ ചെയ്യല്ല, റദ്ദാക്കി. ആദ്യം സ്റ്റേ ചെയ്ത് 7 ദിവസത്തേക്ക് 7 റദ്ദ് ചെയ്തു. റദ്ദ് ചെയ്ത് നിങ്ങൾക്ക് അന്വേഷണം തുടരാമെന്നും പറഞ്ഞു. നോട്ടീസ് കൊടുത്ത് പ്രോപ്പറായ അന്വേഷണം തുടർന്ന് നടപടിയിലാണ് പോവാം, അതിന് പിന്നെ കോടതി എതിരല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇലക്ഷൻ വന്നു. ഇലക്ഷൻ വന്നപ്പോൾ 92% വോട്ട് എൻ്റെ പാനലിന് കിട്ടി. എൻ്റെ പാനലിൽ ഞാനൊഴികെ എല്ലാം പുതിയ ആളുകളാണ്. ഈ വാർത്തകളൊക്കെ നിലനിൽക്കുമ്പോൾ വാർത്തകളെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. 101 കോടി രൂപ ആരോപണം, പിന്നെ ഭയങ്കര, പിന്നെ ആരും ഒന്നും കൂടെ സമരത്തിനും വന്നില്ല. ഇവർ കുറേ പേര് നിക്ഷേപകരൊന്നും അല്ലാത്തവരെ വിളിച്ച് കൊണ്ട് വന്നവിടെ ചെറിയ സമരവും ഒക്കെ നടത്തി. ഈ സമയത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, നമ്മൾ വലിയ വിജയം കിട്ടുന്നത്. അതോടുകൂടി ഇവർ വെച്ചൊന്നും പറയും, ഇത് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്ത് 2 സീറ്റ് ഉണ്ടായിരുന്നു, CPM 4 സീറ്റ് കൊടുത്തു. എന്തിനാണ്? അവരെ വകുപ്പല്ലേ. അപ്പോൾ നമുക്ക് ഈ ഫണ്ടെല്ലാം തിരിച്ച് കിട്ടണമല്ല, നമ്മൾ താന്നു കൊടുത്തു. നേരത്തെ വാശിയായിരുന്നു. നേരത്തെ നമ്മൾ ഒറ്റയ്ക്ക് ജയിച്ച ബാങ്കാണ്. അപ്പോഴേ തുടങ്ങിയ വിരോധമാണ്. കണ്ടറ ബാങ്കിൽ ഇവിടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ CPIക്ക് ബാങ്കൊന്നുമില്ല. അപ്പോൾ 2-4 ബാങ്ക് ഉണ്ടായിരുന്നെങ്കിൽ CPM എടുത്ത്. ഇനിയിപ്പം വെഞ്ഞാറമുണ്ടൊരു ബാങ്ക്, നമ്മുടെ ഈ ബാങ്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ പരസ്പരം മറ്റേ ഒറ്റയ്ക്ക് ജയിച്ചു. അന്ന് 2ാം സ്ഥാനത്ത് UDF വന്നെങ്കിൽ ഇവർ CPM ആയപ്പോഴേ 200-250 വോട്ടും താഴെ പിടിച്ചോണ്ടങ്ങ് പോകേണ്ടി വന്നു. ഒന്നും കിട്ടിയില്ല. പിന്നെ സീറ്റ് കൊടുക്കാതിരുന്ന് പിന്നീടാണ് 2 സീറ്റ് കൊടുത്ത് ഇപ്പോഴൊന്ന് 4 സീറ്റ് കൊടുത്തത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഗവൺമെൻറ് സമീപിച്ചപ്പോൾ ഗവൺമെൻറ് ബാലഗോപാൽ ധനകാര്യമന്ത്രി അദ്ദേഹത്തിനോട് P പ്രസാദ് നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി പാർട്ടി സെക്രട്ടറി കാണത്തിൻ്റെയും കൂടെ നിർദ്ദേശം കൊണ്ട് ഒരു കത്തെഴുതി കൊടുത്തു. ഞാനവിടെ ചെന്നു. അദ്ദേഹത്തിന് എനിക്ക് നേരിട്ട് അറിയാം, ധനകാര്യമന്ത്രി.
അദ്ദേഹം വൈകുന്നേരം 5 മണിക്ക് ചെല്ലാൻ പറഞ്ഞു. സ്പെഷ്യൽ ഓർഡർ ഇട്ടു. അവർ കൊടുത്ത പൈസയാണ്, അവർക്ക് പ്രതിസന്ധി ഉണ്ട്, 10 പൈസ കൂടെ കൊടുക്കാൻ. ആ ഫയലും സ്ഥലം MLA അറിയാതെ നിങ്ങൾ എങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചെന്ന് അവിടെ ചെന്ന് വഴക്കുണ്ടാക്കി തടഞ്ഞു വെച്ചു. ആ പൈസ വന്നില്ല. കേരള ബാങ്കിൽ പുനഃസ്ഥാപിച്ച് കിട്ടാൻ വേണ്ടി എക്സിക്യൂട്ടീവ് ഓഫീസറെ ഞാൻ പോയി കണ്ട് എല്ലാ രേഖകളും കാണിച്ചപ്പോൾ അദ്ദേഹം തരാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് അവിടെയും തടഞ്ഞു. മന്ത്രിയെ കൊണ്ട് പറയിച്ചു, തൽക്കാലം വേണ്ട, ഞങ്ങൾ ആലോചിച്ചിട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ നമുക്ക് വലിയ പ്രതിസന്ധിയായി. ഞാൻ കോടതിയിൽ പോയി. ഞാനൊന്ന് കമ്മിറ്റി കോടതിയിൽ പോയപ്പോൾ കോടതി 2.25 കോടി രൂപ തരാൻ ഒരു ഉത്തരവ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വേറൊരു കേസിന്മേൽ 3,50,00,000 രൂപ 10 ദിവസത്തിനകത്ത് തരണം, മറ്റേ 7 ദിവസത്തിൽ തരാൻ 2 ഉത്തരവ് വാങ്ങിച്ചു. കേരള ബാങ്കിനോട് അംഗസംഗമം എന്നുള്ള നിലയ്ക്ക് അവരെ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 ഉത്തരവ് വാങ്ങി നമ്മൾ ഇരിക്കുമ്പോൾ ഇന്ന് കിട്ടും നാളെ കിട്ടും, ഒരു മാസം നോക്കി തരൂല്ല. എത്ര കാര്യം ഞാൻ തന്നെ പോയി പലതവണ പോയി മന്ത്രിയൊക്കെ കണ്ടു നോക്കി. ഈ വാസവ മന്ത്രിയും നേരിട്ട് ഞാൻ പോയി കണ്ടു, തരൂല്ല. കണ്ടന്റ് വോട്ട് കൊടുത്തു. കണ്ടന്റ് വോട്ട് കൊടുത്തപ്പോൾ ചീഫ് സെക്രട്ടറി ചെല്ലാൻ പറയും കോടതി അടുത്ത വിചാരണ വെച്ചിട്ട്. ഉടനെ തന്നെ ഇവര് പൊളിറ്റിക്കലായി ഇടപെട്ടിട്ട് പറഞ്ഞ് അത് ഇടതുപക്ഷം ഭരിക്കുന്ന ബാങ്ക്, സർവീസ് ബാങ്ക്, ഇടതുപക്ഷം ഭരിക്കുന്ന കേരള ബാങ്കിനെതിരെയും ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെയും കണ്ടംപ്റ്റ് കോർട്ട് കൊടുത്തത് തെറ്റ്. ഞങ്ങൾ പറഞ്ഞ് തെറ്റാണെങ്കിൽ നിങ്ങൾ ഒത്തുതീർപ്പുണ്ടാക്കി നമുക്കിതൊക്കെ തരണം. അത് ഉദ്യോഗസ്ഥന്മാർ ബാങ്കിൽ, കേരള ബാങ്കിലെയും ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നു അത് ഭരണസമിതി മാറണം. ആദ്യം ഞാൻ മാറണം എന്ന് പറഞ്ഞ് പിന്നെ ഭരണസമിതി മാറണം. മാറിയാൽ അഡ്മിനിസ്ട്രേറ്റർ വെച്ചുകൊണ്ട് എല്ലാം കൊടുക്കാം, യാതൊരു വൈരാഗ്യവുമില്ല എന്നിങ്ങനെ പറഞ്ഞു. നമ്മൾ വിചാരിച്ച എന്താണ്, നമ്മളെ കുഞ്ഞാണ്. ഇവർക്ക് ഈ IV സതീശനോ ഈ ഗൂഢാലോചന നടത്തിയവർക്കോ മറ്റേ പത്രത്തിൻ്റെ ആളുകൾക്ക് വന്ന് ഇതിലൊരു പങ്കുമില്ലല്ലോ വളർത്താൻ. അപ്പോൾ നമ്മളെ കുഞ്ഞാണ്. ഇതിനെ മുറിച്ച് 2,000 തരാൻ പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. നമുക്കിത്തിരി ദോഷം വന്നാലും വേണ്ടില്ല, അത് ഭരണം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. ജനം അംഗീകരിച്ചല്ലോ, നമ്മൾ ജയിച്ചല്ലോ, അത് മതി, നമുക്ക് രാജിവെച്ച് കൊടുക്കാം. ജനത്തിന് കാര്യങ്ങൾ നടക്കട്ടെ, ബാങ്കിൻ്റെ പ്രവർത്തനം നന്നായിട്ട് പോട്ടെ, ഭരണസമിതി അല്ല പിന്നെ നിക്ഷേപകർക്ക് പൈസ കിട്ടുമെന്ന് നമ്മൾ രാജിവെച്ചു. രാജിവെച്ചതിന് ശേഷമാണ് ഇവർ അഡ്മിനിസ്ട്രേറ്റർ വന്നിട്ട് സെലക്ട് ചെയ്ത് കുറേ ഡെപ്പോസിറ്റർമാരെ കൊണ്ട് പരാതി എഴുതി വാങ്ങിച്ചു. അമിത പലിശ കൊടുക്കാമെന്ന് പറഞ്ഞ് പണം വാങ്ങി സ്വകാര്യ ആവശ്യത്തിൽ എടുത്തു വന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഇവർ കേസെടുപ്പിച്ചു. ഓരോ 65 ആദ്യം 5 കേസ് എടുത്താൽ ഈ 5 കേസ് കൂടെ വെച്ചുകൊണ്ട് ഈ റിപ്പോർട്ടും കൂടെ വെച്ചുകൊണ്ട് ഇവർ ഗവൺമെൻറ് ചതിക്കുകയായിരുന്നു, വഞ്ചിക്കുകയായിരുന്നു. ഈ IV സതീഷും CPI എന്ന ചതിക്കുകയായിരുന്നു. എല്ലാം എഴുതി വാങ്ങിയിട്ട് ഇത് EDക്ക് കൊടുത്തു. അപ്പോൾ EDയുടെ കണ്ണിൽ കരുവന്നൂരാണ്. കരുവന്നൂരിന് പറഞ്ഞ കണ്ടലേ, ആ കണ്ണുകൊണ്ടാണ് നമ്മളെ കാണുന്നത്. അവർ നേരെ ഇവിടെ വന്ന് എൻ്റെ വീട് റെയ്ഡ് ചെയ്തു, ആ കട എൻ്റെ മോൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം റെയ്ഡ് ചെയ്തു, എല്ലാം ചെയ്തു, ബാങ്കും എല്ലാം പരിശോധിച്ചു. ഒരാഴ്ച നീണ്ട പരിശോധനയ്ക്ക് ശേഷം അവർക്കൊന്നും കിട്ടിയില്ല. അവർ കാര്യങ്ങൾ ചോദ്യം ചെയ്ത് വരുമ്പോൾ വലിയ സമ്മർദ്ദം ഗവൺമെൻറ് ഭാഗത്തുനിന്ന് അറസ്റ്റ് ചെയ്യണം. എന്തായാലും ഞങ്ങളെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത് പൊടുന്നനവേ എല്ലാം പറഞ്ഞ് എല്ലാം പിന്നെ രേഖപ്പെടുത്തി പോവാം എന്ന് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് അറസ്റ്റ് ചെയ്തു. അപ്പോൾ പിന്നെ നമുക്ക് ജാമ്യം എടുത്തേ പറ്റും. ജാമ്യം എടുക്കാൻ കരുവന്നൂർ കേസ് അത് അതിൻ്റെ പോട്ട് വ്യക്തിപരമായി നമുക്ക് വന്ന വിഷയങ്ങൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും വറീഡല്ല. അതൊക്കെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഇടയ്ക്കും പിന്നെ ഒരാളെ ചതിക്കണമെന്ന് വെച്ചാൽ ഒരു കൂടാരോട് ചതിക്കണമെങ്കിൽ ആദ്യം ചതിക്കാൻ പറ്റും, കൊല്ലാനും പറ്റും. ഇത്രയും പേരെ കൊന്നയ്ക്കുന്നു. നമുക്ക് നമ്മളെ കണ്ണു മുന്നിൽ നമ്മളെത്ര കാലം കൊണ്ട് ഇതൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഞാൻ അതെല്ലാം സഹിച്ചു. ജയിലിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഞാനിവിടെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ ഒരു പത്രവാർത്ത വന്നു. കണ്ടല ബാങ്കിൽ പുനരുദ്ധാരണ പദ്ധതി തയ്യാറാക്കുന്നതിന് വാസവൻ മന്ത്രിയുടെ ചേംബറിൽ ഒരു യോഗം കൂടി തീരുമാനങ്ങൾ കൈക്കൊണ്ടു എന്നൊരു ചെറിയ നരേഷൻ. ഞാൻ ഉടനെ തന്നെ വിവരാവകാശ നിയമപ്രകാരം അത് കംപ്ലീറ്റ് എടുത്തപ്പോൾ അതിനകത്ത് പറഞ്ഞെങ്കിൽ കണക്കനുസരിച്ച്
101 കോടിയുടെ ഒരു കുറവുകൂടെ ഇല്ല. 7,90,00,000 രൂപയുടെ ഫണ്ട് അറോഷനുണ്ട്. അതിന് 35 കോടി രൂപയ്ക്കില്ല, അധികം ആസ്തിയുമുണ്ട് വേറെ. ഫണ്ട് അറോഷൻ കൈകാര്യം ചെയ്യുന്ന പൈസയില്ല. അത് നമ്മുടെ ഈ കെട്ടിടങ്ങൾ കെട്ടി അതും അതൊക്കെ കൂട്ടാതെയാണ്, അതൊന്നും കൂട്ടാതെയാണ്. പണം മാത്രം നോക്കുമ്പോൾ ഫണ്ട് അറോഷൻ ഇത്രയേ ഉള്ളൂ. അപ്പോഴും നമ്മുടെ വിവരാവകാശ നിയമപ്രകാരം നമ്മുടെ കയ്യിരിക്കുകയാണ്. അപ്പോൾ 8 തീരുമാനമെടുത്തു ഇതിൻ്റെ പുനരുദ്ധാരണ പദ്ധതിക്ക്. ഞാനിവിടെ വരുമ്പോഴേ 8 മാസം കഴിഞ്ഞു തീരുമാനം എടുത്തിട്ട്. ഞാൻ ബാങ്കിൽ അന്വേഷിച്ചു. എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യത്തിനെക്കാളും ഞാൻ കൂടുതൽ ബാങ്കിലെ കാര്യമാണ് അന്വേഷിച്ചപ്പോൾ ഇതിൽ ഒരു കാര്യം നടപ്പാക്കിയിട്ടില്ല. ഞാൻ നേരെ MLA വീട്ടിൽ പോയി. ഈ MLA IB സതീശൻ്റെ വീട്ടിൽ ഞാൻ നേരിട്ട് പോയി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ ചെന്നപ്പോഴേ അദ്ദേഹം ഒരു ചെറിയ പരിഭവമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കാനോ പണം വിട്ടാനൊന്നും വന്നതല്ല, എനിക്ക് ഒരു പരാതിയില്ല. പക്ഷേ ബാങ്കിനെ നശിപ്പിച്ച് കളയരുത്. അത് നാട്ടിൻ്റെ ഒരു സാമ്പത്തിക ക്ഷേത്രമാണ്. നാട്ടിൻ്റെ നട്ടെല്ലാണ് ഈ ആശുപത്രിയൊക്കെ. അതുകൊണ്ട് നമുക്ക് നന്നാക്കി എടുക്കണം. അപ്പോൾ അണ്ണ ഒരു പ്രപ്പോസൽ തയ്യാറാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ തയ്യാറാക്കാം. തന്നതല്ല, നമുക്ക് ഒരുമിച്ച് അത് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് പിരിഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് എൻ്റെ കയ്യിലുണ്ട് ആ പ്രപ്പോസൽ. ഞാൻ പ്രപ്പോസൽ തയ്യാറാക്കി ടൈപ്പ് ചെയ്ത്, എനിക്ക് കുറച്ച് പരിചയമുണ്ടല്ലോ ഇതിൽ നിക്ഷേപകരൊക്കെ വിളിച്ചു വിട്ട് അങ്ങനെ ചെയ്ത് എല്ലാം പറഞ്ഞു. ഇദ്ദേഹം ഫോൺ വിളിച്ചാൽ എടുക്കില്ല, അതുമായി സഹകരിച്ചില്ല. ഫോൺ വിളിച്ചാൽ എടുത്തില്ല, ഒന്നും ചെയ്തില്ല. വീണ്ടും ഞാൻ കാത്തിരുന്നു. ഇനി എന്നെ ഉൾപ്പെടുത്താതെ ചെയ്യാനാണെങ്കിൽ ചെയ്തോട്ടെ, കൂര വന്നാൽ മതിയല്ലോ, ആര് തീ വെച്ചാലും. അപ്പോൾ നന്നാവട്ടെ എന്ന് വിചാരിച്ചു. തെരഞ്ഞെടുപ്പിനും 1 മാസം മുമ്പ് വരെ ഒന്നും നടക്കാതെ വന്നപ്പോൾ ഞാനൊരു പത്രസമ്മേളനം വിളിച്ച് ഈ കാര്യം ഞാൻ പറഞ്ഞു. ഈ ബാങ്കിനെ തകർത്തത് എന്നോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി IB സതീഷ് MLAയും CPIയിലെ വളപ്പ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള CPIക്കാരും കൂടെ ചേർന്ന് വേറെ ചില ആളുകളും കൂട്ടി ഒരു ഗൂഢാലോചന സംഘമാണ് ഈ ബാങ്കിനെ ഈ സ്ഥിതിയിലേക്ക് എത്തിച്ചത്. വസ്തുതകളെല്ലാം പറഞ്ഞു. നമ്മളിപ്പോൾ 67 പ്രകാരം കൊണ്ട് നമുക്ക് ഇത് വന്നു, സർചാർജ് വന്നു. അതിൽ പറഞ്ഞ 57 കോടി രൂപയും അനുമതി വാങ്ങാതെ ചെയ്തു എന്നല്ലാതെ വേറെ ഒരു കുഴപ്പം ചെയ്തെന്നോ പണം എടുത്തോണ്ട് പോയെന്നോ ഒരിടത്തും പറയുന്നില്ല. ഇവർ ഒരുപാട് അന്വേഷണം നടത്തിയില്ല. ഒരു അന്വേഷണത്തിലും അങ്ങനെ ഒരു ആരോപണം ഇതുവരെ വന്നിട്ടില്ല. ബഡ്സ് ആക്ട്, പിന്നെ വിജിലൻസ്, ക്രൈം ബ്രാഞ്ച് എല്ലാം നടത്തിയിട്ട് ഇതുവരെ അതൊന്നുമില്ല. അപ്പോൾ ഈ പ്രസ്താവന ഞാൻ നടത്തിയപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ഒരു വാർത്ത വന്നു. നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കാനും ബാങ്കിനെ പുനരുദ്ധരിക്കുന്നതിനും ഉള്ള നടപടികളെല്ലാം അവസാന ലാപ്പിലെത്തിയപ്പോഴാണ് ജയിലിൽ നിന്ന് വന്ന് 1 വർഷം കഴിഞ്ഞ പ്രസിഡന്റ് ആരോപണമായി വന്നത് ഈ നേട്ടങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ പറ്റിലാക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു. അവസാന ലാപ്പിലാണ്. അപ്പോഴും നിക്ഷേപകരും അവരൊക്കെ എന്നെ വിളിച്ച് ചോദിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല. ബാങ്കിലൊക്കെ വന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞ് എന്താ ഞങ്ങൾക്കൊന്നും അറിയില്ല, ചിലപ്പോൾ MLA എല്ലാം ശരിയാക്കി വെച്ചേക്കുന്നതിന് MLA ഒരു പ്രസ്താവനയാണെന്ന് പറഞ്ഞു. വീണ്ടും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് 2 ആഴ്ച മുമ്പ് നിക്ഷേപകർ ബാങ്കിൽ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒന്നുമില്ല. ഇവർ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞു IB സതീഷ് നിക്ഷേപകരെ വഞ്ചിച്ചു, ബാങ്കിൽ നശിപ്പിക്കാൻ ശ്രമിച്ച IB സതീഷാണെന്ന മുൻ പ്രസിഡന്റിൻ്റെ പ്രസ്താവന ശരിയാണെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. 2.5 വർഷമായി ഈ ഭരണസമിതി മാറി. 2.5 വർഷമായി ഭരണസമിതി മാറുന്ന ആഗസ്റ്റ് 31, 2021 ആഗസ്റ്റ് 31 വരെ നിക്ഷേപകർ കൃത്യമായി പലിശ കിട്ടിയിരുന്നു. പ്രതിസന്ധി വന്നപ്പോഴും കല്യാണം, വിവാഹം, ആശുപത്രി, വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ കാര്യത്തിനും ആവശ്യാനുസരണം ക്രമീകരിച്ച് പണം തന്നിരുന്നു. അഡ്മിനിസ്ട്രേറ്റർ വന്നതിന് ശേഷം MLAയുടെ നേരിട്ടുള്ള ഭരണം വന്നതിന് ശേഷം നിക്ഷേപകരെ സ്ഥിര നിക്ഷേപമെല്ലാം SB അക്കൗണ്ടിലാക്കി അവരെ പലിശ ഇല്ലാത്തതാക്കി മാറ്റി. പലിശയില്ല, മുതലുമില്ല.
മദർ കൊടുക്കുന്നില്ല, പലിശ കൊടുക്കുന്നില്ല, വന്ന് ചോദിച്ചാൽ മറുപടി അതിൽ നിന്ന് കിട്ടുന്നില്ല. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.